നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ ജോലി ആഗ്രഹിക്കുന്ന IT പ്രൊഫഷണലുകളും മറ്റ് വിദഗ്ധരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് H1B വിസയെയാണ്. എന്നാൽ ഈ വിസ പ്രോഗ്രാമിനെ കുറിച്ച് ഏറ്റവും പുതിയതും എന്നാൽ ആശങ്കയുണ്ടാക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ കുടിയേറ്റ വിഭാഗമായ USCIS ചില പ്രത്യേക തസ്തികകളിലേക്കുള്ള H1B വിസ റദ്ദാക്കാനും അത്തരം തസ്തികകളിലേക്ക് പുതിയ വിസകൾ അനുവദിക്കുന്നത് തടയാനും തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ പുതിയ മാറ്റം? ആരെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത്. എന്താണ് USCISന്റെ പുതിയ തീരുമാനം? ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ഇനി മുതൽ H1B വിസ അനുവദിക്കില്ല എന്ന് USCIS പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരം തസ്തികകളിലേക്ക് വിദേശ തൊഴിലാളികളെ എത്തിക്കുന്നത് വലിയ തോതിലുള്ള വിസ ദുരുപയോഗമായിട്ടാണ് സർക്കാർ വിലയിരുത്തിയിരുന്നത്. 2021നും 2024നും ഇടയിൽ സമർപ്പിക്കപ്പെട്ട ഏകദേശം 100ഓളം H1B വിസ അപേക്ഷകൾ USCIS പ്രത്യേകമായി പരിശോധിച്ചു. ഇവയിൽ മിക്കതും ഡൈവേഴ്സിറ്റി സ്പെഷ്യലിസ്റ്റ്, ഇക്വിറ്റി അഡ്വൈസർ തുടങ്ങിയ തസ്തികകളിലേക്കായിരുന്നു. യൂണിവേഴ്സിറ്റികൾ, ആശുപത്രികൾ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇത്തരം ജോലികൾക്ക് വിദേശികളെ കൊണ്ടുവരുന്നത്. US സെനറ്റർ എറിക് സ്മിത്ത് ആണ് ഇത് സംബന്ധിച്ച പരാതികൾ അറിയിച്ചത്. ഇതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്തു. H1B വിസ എന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലകളിലെ അതിവിദഗ്ധരായ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് സെനറ്റർ എറിക് സ്മിത്ത് പറയുന്നത്. എന്നാൽ പല സ്ഥാപനങ്ങളും ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കൂടാതെ ഐഡിയോളജിക്കൽ റോളുകളിലേക്ക് വിദേശികളെ കൊണ്ടുവരുന്നു. ഇത് അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് എറിക് പറയുന്നത്. USലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. സർക്കാരിലെ അനാവശ്യവും റാഡിക്കലുമായ DEI പ്രോഗ്രാമുകൾ നിർത്തലാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് USCIS വിസ നിയമങ്ങളിലും മാറ്റം വരുത്തുന്നത്. കൂടാതെ 2025 സെപ്റ്റംബർ മുതൽ സമർപ്പിച്ച ചില പുതിയ H1B അപേക്ഷകൾക്ക് $1 ലക്ഷം, അതായത് ഏകദേശം 83 ലക്ഷം രൂപ അധിക ഫീസായി നൽകണമെന്ന പ്രഖ്യാപനവും വരുന്നുണ്ട്. നിലവിൽ ഈ നീക്കം പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് HR, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിലെ DEI തസ്തികകളെയാണ്. ITയിലെ കോർ ടെക്നിക്കൽ ജോലികളെ ഇത് നേരിട്ട് ബാധിക്കില്ലെങ്കിലും മൊത്തത്തിലുള്ള വിസ പരിശോധനകൾ കർശനമാക്കാൻ ഇത് കാരണമാകും. അപേക്ഷകളിൽ സ്പെഷ്യാലിറ്റി ഒക്യുപ്പേഷൻ ആണോ എന്ന് നോക്കി ഇനി മുതൽ ശക്തമായ പരിശോധനകൾക്ക് വിധേയമാകും. H1B വിസ പ്രോഗ്രാമിനെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. രണ്ടാം ടൈമിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കുക എന്നുള്ളതായിരുന്നു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം പല നിയമങ്ങളും കടുപ്പിച്ചു. നാടുകടത്തലും പരിശോധനകളും അടക്കം ശക്തമായ നടപടികൾ സ്വീകരിച്ചു. USലെ പൗരന്മാർക്ക് തൊഴിലിടത്തിൽ മുൻഗണന കൊടുക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഇപ്പോൾ USന് ഉള്ളൂ. ട്രംപ് ഭരണകൂടത്തിന്റെ ഇത്തരം നടപടികൾ പലപ്പോഴും ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ അപേക്ഷ ഈ മാറ്റങ്ങളെ ബാധിക്കുമോ എന്ന് കൃത്യമായി പരിശോധിക്കുക.